ഹലോ എവരി വൺ. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ലാലിയുടെ സ്കൂളിലെ ഔട്ടിങ്ങിനെ പറ്റിയാണ്. എൻജോയ്. ഇന്ന് ലാലി നേരത്തെ എഴുന്നേറ്റു. ഇന്ന് മോർണിംഗ് തന്നെ ലാലി നല്ല എക്സൈറ്റഡ് ആയിരുന്നു സ്കൂളിൽ ട്രിപ്പ് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബ്രഷ് ചെയ്ത് ഫ്രഷായി അങ്ങനെ യൂണിഫോമെല്ലാം ഇട്ട് അവൾ എഴുന്നേക്കുന്ന മുന്നേ ആ ടൈമിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും സാമ്പാറുമാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അത് ലാലിന്റെ ഫേവറേറ്റ് ആണ്. ദോശ കൊടുത്തതിന് ശേഷം ഞാൻ അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്നാക്ക് ബോക്സ് പാക്ക് ചെയ്തു. ഞാൻ വിളിക്കുന്ന നട്ട്സും ബിസ്ക്കറ്റും പിന്നെ ഒരു ചോക്കോ പൈയും പിന്നെ ആപ്പിളും ഓറഞ്ചും മാത്രമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം വെച്ചാൽ സ്കൂളിൽ സ്നാക്സും ലഞ്ചും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊരു ബാഗിലേക്ക് പാക്ക് ചെയ്യണം. ചെറിയൊരു ബാഗാണ് കേട്ടോ ഞാൻ കൊടുത്തു വിട്ടത്. അതിൽ സ്നാക്സും പിന്നെ ഒരു വാട്ടർ ബോട്ടിലും മാത്രമേ ഉള്ളൂ. ഞാൻ ബാഗിൽ എക്സ്ട്രാ ആയിട്ട് വെച്ചത് ID കാർഡാണ്, സ്കൂൾ ID കാർഡ്. അത് ഇൻ കേസ് എന്തെങ്കിലും ആവശ്യമാവുകയാണെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാമല്ലോ, അങ്ങനെ വെച്ചതാണ്. അങ്ങനെ ഫുള്ളി പാക്ക്ഡായി. ഇന്ന് മോർണിംഗ് 8 o'clock ആകുമ്പോൾ സ്കൂളിലെത്തണം. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് കൊണ്ടുവിടുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി. ഇന്നത്തെ സ്കൂൾ ട്രിപ്പ് എന്ന് പറയുന്നത് KG സെക്ഷൻസ് മാത്രമാണ് കേട്ടോ. അതായത് K1, K2, K3 ഇവരെ 3 സെക്ഷൻസിലെ എല്ലാ കുട്ടികളെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളെയും അവരവരുടെ ടീച്ചേഴ്സ് പുറത്ത് നിർത്തിക്കുകയാണ്. ലാലി അവിടെ ലൈനിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ എത്തി നോക്കുന്നുണ്ടായിനി. ഈ ടീച്ചറാണ് കേട്ടോ ലാലിൻ്റെ ക്ലാസ് ടീച്ചർ. ഈ ഫസ്റ്റ് റോളുള്ളതാണ് കേട്ടോ ലാലിൻ്റെ ക്ലാസ്. ഇതൊക്കെ ലാലിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. ഇതൊരു 1 day ട്രിപ്പാണ്. മോർണിംഗ് 8:30 ഇവർ ഇവിടുന്ന് പുറപ്പെട്ടിട്ട് ഉച്ചയ്ക്ക് 3 മണിയാകുമ്പോൾ തിരിച്ചു കൊണ്ടുവിടും. അങ്ങനെയാണ്. അപ്പം നമ്മൾ സ്കൂളിൽ വന്ന് പിക്ക് ചെയ്യണം. ഇന്ന് ഇവരുടെ ട്രിപ്പ് എന്ന് പറയുന്നത് യോയോ ലാൻഡ് ബാങ്കോക്കിലേക്കാണ്. അപ്പോൾ അവിടെ കുട്ടികൾക്ക് മാത്രമല്ല പാരൻസിന് അലൗഡ് ആണ്. പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് ടിക്കറ്റ് എടുക്കണമെന്ന് മാത്രം. പിന്നെ ഇവരുടെ ബസ്സിൽ നമ്മൾക്ക് പോകാൻ പറ്റില്ല. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വണ്ടി എടുത്തിട്ട് തന്നെ പോകണം. അപ്പം നമുക്ക് അവിടുന്ന് കുട്ടികളെ കൂടെ ജോയിൻ ചെയ്ത് ട്രിപ്പ് അടിപൊളിയാക്കാൻ പറ്റും. അങ്ങനെ ട്രിപ്പിനായിട്ട് 3 ബസ്സാണ് വന്നിരിക്കുന്നത്. അങ്ങനെ കുട്ടികളെല്ലാവരും അവരവരുടെ ബസ്സിലേക്ക് കയറാൻ നിൽക്കുകയാണ്. ലാലി ഭയങ്കര സന്തോഷത്തിലാട്ടോ. കാരണം ബസ്സെല്ലാം കണ്ടുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ്. ആ ബസ്സിൻ്റെ ഇടയിൽ ഒരു യെല്ലോ ഷർട്ട് കണ്ടോ, അതാണ് കേട്ടോ ലാലിൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പൾ, ഡയറക്ടർ. അവർ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. കുട്ടികളോടൊക്കെ ഭയങ്കര കെയറിങ് ആണ്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ സ്കൂളിൽ ട്രിപ്പ് പോകുന്ന ടൈമിൽ വാനിൽ എല്ലാ കുട്ടികളെയും കയറ്റി അതൊക്കെ നോക്കി ശ്രദ്ധിച്ച് അങ്ങനെ ഭയങ്കര കെയറിങ് ആണ്. പ്രിൻസിപ്പൾ മാത്രമല്ല ഈവൻ ടീച്ചേഴ്സ് ആണെങ്കിലും അവർ എല്ലാവരും നല്ലതാണ്. എന്നാൽ കറക്റ്റ് 8:30 തന്നെ ബസ് പുറപ്പെട്ടു. ഇതാണ് കേട്ടോ ലാലി പോകുന്ന ബസ്. യോയോ ലാൻഡ് ബാങ്കോക്ക് എന്ന് പറയുന്നത് ഒരു ഇൻഡോർ അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ബാങ്കോക്കിലെ സീസൺ സ്ക്വയർ, ശ്രീനഗറിൻ റോഡ്, റാവറ്റ് ആ ഒരു പ്ലേസിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇവിടെ 3 to 12 year old കുട്ടികൾക്കാണ് എൻട്രി ഉള്ളത്. ഇവിടുത്തെ മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്ലേ ഗ്രൗണ്ട്, റൈഡ്സ്, ഗെയിംസ് ഇൻക്ലൂഡിങ് ഫെറി വീൽസ്, പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ അൺലിമിറ്റഡ് റൈഡാണ്. പിന്നെ ഇൻട്രാക്റ്റീവ് ഗെയിംസ്, വെർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ്, അങ്ങനെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം കുട്ടികൾക്ക് എന്തുകൊണ്ടും അടിച്ചു പൊളിക്കാൻ പറ്റിയ, എൻജോയ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്പോട്ടാണ് യോയോ ലാൻഡ് ബാങ്കോക്ക്. ഇറങ്ങുന്ന വേണ്ടി അങ്ങനെ നമ്മൾ ലാലിനെ വെയിറ്റ് ചെയ്യാണ്. കറക്റ്റ് 3 o'clock തന്നെ ബസ് വന്നു.
ഇതിൽ ലാലി ഉണ്ടാവും. ലാലി കൈയൊക്കെ കാണിക്കുന്നുണ്ട്. എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് കേട്ടോ. പക്ഷേ ടീച്ചർ പിന്നെ കൊണ്ടുപോയി അവളെ. ഇതൊരു ചെറിയ മിനി വ്ളോഗാണ് ലാലിൻ്റെ സ്കൂൾ ട്രിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ ആൻഡ് ഓൾസോ കീപ് വാച്ചിങ് മൈ അപ്ലോഡ്സ്. ബൈ.